CPM-ന്റെ ഫ്രാക്ഷൻ ആയിട്ടുള്ള പോലീസ് കെട്ടിച്ചമച്ച് കുറ്റപത്രത്തിൽ എഴുതി വെച്ച കഥ ED തള്ളിക്കളഞ്ഞു എന്നാണോ? അല്ലപ്പോ ഇവിടെ ഒരു അന്വേഷണ ഏജൻസി ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മജിസ്ട്രേറ്റിന്റെ ജഡ്ജിയുടെ ഒക്കെ പണിയെടുക്കുന്ന നിലയിലേക്ക് വിധി കൽപ്പിക്കുന്ന അനുഭവമാണ് ഇന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുക. നമുക്കൊക്കെ അറിയാവുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിന് മീതെയായി കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് പൊതുസമൂഹമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഏത് വിധത്തിലാണ് കേവലം BJP-യുടെ പൊളിറ്റിക്കൽ ടൂളായി രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയുള്ള ടൂളുകൾ മാത്രമായി അന്വേഷണ ഏജൻസികൾ മാറുന്നു. സമാനമായ നിലയിൽ തന്നെ ഈ നാടിനകത്ത്, ഈ രാജ്യത്തിനകത്ത് സംഘപരിവാരത്തിന്റെ BJP-യുടെ നേതാക്കന്മാരുടെ കള്ളത്തരങ്ങൾ വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏജൻസിയായി കേവലം കൂട്ടിലിട്ട തത്ത എന്ന കണക്ക് മാത്രം ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ മാറുന്നതിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന്റെ തുടർച്ചയിൽ ഇന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ED സമർപ്പിച്ച കുറ്റപത്രത്തിനകത്ത് വിശദാംശങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുക, ഈ പറഞ്ഞ കൂട്ടിൽ കിടക്കുന്ന തത്തയ്ക്ക് അരിമണി ഇട്ട് കൊടുക്കുന്നത് ആരാണോ അവർക്ക് വേണ്ടി ചീട്ടെടുക്കുന്ന നിലയിലേക്ക് ED മാറി എന്നുള്ളതാണ്. നമ്മുടെ മുൻപിൽ ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുൻപ് കൊടകര ദേശീയപാതയിൽ നടന്ന കവർച്ച, അതിന്റെ തുടർച്ചയിൽ നടന്ന അന്വേഷണം, അതിന്റെ മറ്റു വിശദാംശങ്ങൾ മുഴുവനുണ്ട്. അപ്പൊ നേരത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് BJP-യുടെ പ്രതി വാദങ്ങൾ ഉന്നയിക്കുന്ന നിലയുണ്ടായി. കേവലം ഒരു കവർച്ച കേസായി, ഒരു റോബറിയായി കൊടകരയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസ് 25 ലക്ഷം രൂപ കാറ് തടഞ്ഞ് കവർച്ച ചെയ്യപ്പെട്ടു എന്ന നിലയിലേക്ക് പോലീസിന്റെ മുൻപിലേക്ക്, അന്വേഷണ സംവിധാനങ്ങളുടെ മുൻപിലേക്ക് എത്തിയ കേസ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി അത് 25 ലക്ഷം രൂപയല്ല, മറിച്ച് 3.5 കോടി രൂപയുണ്ട് എന്ന് കണ്ടെത്തുകയും അതിന്റെ തുടർച്ചയിൽ നേരത്തെ മാധു ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ BJP പാളയത്തിലടക്കം ഉണ്ടായിരുന്ന ആളുകളുടെ തുടർന്നുള്ള നിരവധിയായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നമ്മുടെ മുമ്പിലേക്കുണ്ട്. ശതകോടിക്കണക്കിന് രൂപ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും BJP കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നും, അങ്ങനെ കുഴൽപ്പണ ഇടപാട് നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹവാല ഏജന്റുമാരിൽ ഒരാളാണ് BJP അംഗം കൂടിയായിട്ടുള്ള ധർമ്മരാജൻ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷണത്തിന്റെ പല ഘട്ടത്തിലായും പുറത്തേക്ക് വരുന്ന നിലയുണ്ടായി. കേരള പോലീസ് EDക്ക് നൽകിയിരിക്കുന്ന വിശദമായ റിപ്പോർട്ടിൽ 2021 തന്നെ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ കൃത്യമായ ബന്ധം ആരോപിക്കുന്നുണ്ട്. അതിൽ ഈ 3 പേർക്ക്, M ഗണേഷിന്, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന K സുരേന്ദ്രന്, മീൻസ് അന്നത്തെ ഈ 2-3 ദിവസം മുമ്പ് വരെയും സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന K സുരേന്ദ്രന്, ശ്രീ ഗിരീഷൻ നായർക്ക്, ഇവർക്ക് 3 പേരുടെയും അറിവോടുകൂടി ഡീറ്റെയിൽഡ് ക്വസ്റ്റനിങ്ങിൽ ധർമ്മരാജൻ has stated that he had transported a total amount of 41 crore and 40 lakhs rupees from Karnataka to Kerala in connection with the Kerala Assembly election 2021 as instructed by BJP President K സുരേന്ദ്രൻ, ഗണേശൻ, ഗിരീഷൻ നായർ എന്നുള്ളതാണ് പറയുന്നത്. ഈ 3 പേരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഇതിന്റെ സോഴ്സുമായി ബന്ധപ്പെട്ട് ലഹർ സിംഗ് എന്ന് പറയുന്നവരുടെ രാജ്യസഭാ MP എന്ന ഒരു പരാമർശം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയം ആയി ബന്ധപ്പെടുത്തുന്ന കാര്യമായിരുന്നു. EDക്ക് പക്ഷെ അതൊന്നും അന്വേഷിക്കേണ്ടതില്ല. ഈ കവർച്ചയിൽ കള്ളപ്പണം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നത് എങ്ങനെയാണ്? അല്ല മാധു, ഇതിനകത്ത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തേക്ക് വന്ന വിശദാംശങ്ങൾ, ഈ പറഞ്ഞ പേരുകൾ, അതിനോടൊപ്പം തന്നെ ഇവരുടെ കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിരുന്നല്ലോ. ഈ പറഞ്ഞ ഈ കുഴൽപ്പണം തട്ടിയെടുക്കപ്പെട്ട ഘട്ടത്തിൽ, കുഴൽപ്പണം കവർ ചെയ്യപ്പെട്ട ഘട്ടത്തിൽ ഈ ധർമ്മരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഹവാല ഏജന്റുമാര് BJP-യുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള K സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടത് 1.5 ഡസൻ തവണയ്ക്ക് മുകളിലാണ്. ഈ പറഞ്ഞ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള BJP-യുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി, അതേപോലെ തന്നെ ട്രഷറർ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാരുമായി ഈ ഘട്ടത്തിൽ അത്രയും ഇവർ ബന്ധപ്പെട്ടതിന്റെ അടക്കം തെളിവുകൾ, ഫോൺ റെക്കോർഡുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്ന ഘട്ടമുണ്ടായി. സ്വാഭാവികമായും വലിയൊരു ഹവാല ഇടപാട്, ആ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമായ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച്, അത് അന്വേഷിച്ച സംസ്ഥാനത്തെ ഏജൻസിയെ സംബന്ധിച്ച് നിയമപരമായി ഹവാല ഏജന്റ് PML ആക്ടിന്റെ കീഴിൽ വരുന്ന ഈ ഹവാല ഇടപാട് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമസാധുത ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട 3 സംവിധാനങ്ങളുടെ മുമ്പിലേക്ക് ഇതിന്റെ കുറ്റപത്രം ഇരിങ്ങാലക്കുട കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 3 ഏജൻസികളുടെ മുൻപിലേക്ക് EDക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരാതികൾ നൽകി, ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ, ക്രൈംബ്രാഞ്ച് കളക്ട് ചെയ്തിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിശദാംശങ്ങളും നൽകി. അതോടൊപ്പം EDയുടെ നേരത്തെ BJP എന്ന് പറഞ്ഞു, നിങ്ങൾ EDയെ വിളിച്ചിങ്ങ് കൊണ്ടുവന്ന് ഈ കളത്തിൽ നിർത്തിയതല്ലേ എന്ന്. സ്വാഭാവികമായും ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമപ്രകാരം ഈ ഹവാല ഇടപാട് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ ഉത്തരവാദിത്വം EDക്ക് മാത്രമാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായും EDയെ അറിയിക്കുകയും EDക്ക് വരെ കൈമാറുകയും അവരോട് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. അവിടെ അവസാനിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിലേക്ക് ഈ അന്വേഷണ റിപ്പോർട്ടുകൾ, ഇതിന്റെ വിശദാംശങ്ങൾ, തെളിവുകൾ ആകെ സബ്മിറ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഇത് മുഴുവൻ സബ്മിറ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇതിനോടൊപ്പം അദ്ദേഹം സൂചിപ്പിച്ച നേരത്തെ BJP ഏജന്റ് ധർമ്മരാജനെ വെളുപ്പിക്കുന്നതിന് വേണ്ടി സൂചിപ്പിച്ചു, ധർമ്മരാജന്റെ ഡ്രൈവർക്ക് ഇതൊന്നും അറിയുണ്ടായിരുന്നില്ല, അയാളോട് ഇത്രയും വലിയ തുക ആയതുകൊണ്ട് പറഞ്ഞിരുന്നില്ല എന്നൊക്കെ. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണം നടത്തുമ്പോൾ ബാക്കി എല്ലാം അവിടെ നിൽക്കട്ടെ, ഒരു പൗരന് രാജ്യത്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ലിക്വിഡ് മണി എത്ര എന്നുള്ളതിനെ സംബന്ധിച്ച അന്വേഷണം ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ? പോട്ടെ, ഈ പറഞ്ഞ ഇപ്പോൾ ധർമ്മരാജൻ തന്നെ സമ്മതിച്ചു അദ്ദേഹത്തിന് 3.5 കോടിയാണ് എന്ന് BJP പ്രതി പറയുന്നത് കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ 3.5 കോടിയുടെ സോഴ്സ് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് EDക്ക് മുൻപിൽ, അന്വേഷണ സംവിധാനങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്ന നമുക്ക് അറിയുകയും ചെയ്യാം. ശ്രീ, അങ്ങ് തന്നെ പറഞ്ഞു വെച്ചത് പ്രകാരം
വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹം പറയാണ് രാത്രി അന്ന് ഈ പറഞ്ഞ കുഴൽപ്പണം പിടിച്ചപ്പോൾ 3.5 കോടി റുപ്യ പിടിക്കപ്പെട്ടപ്പോൾ ധർമ്മരാജൻ എന്ന് പറയുന്ന ഹവാല മാഫിയ സംഘ തലവന് കേരളത്തിൽ ഏറ്റവും അടുപ്പുള്ള രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചതാണെന്ന്. 20 തവണയാണ് അന്ന് രാത്രി അന്ന് പുലർച്ചെ ഈ ധർമ്മരാജനും കെ സുരേന്ദ്രനും തമ്മിൽ ഫോൺ ഇടപാട് നടന്നത്. സുരേന്ദ്രന്റെ ഫോണിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകന്റെ ഫോൺ ത്രൂ, അദ്ദേഹത്തിന്റെ മകന്റെ ഫോൺ വഴി നിരന്തരം ബന്ധപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവറെ നിരവധി തവണ വിളിക്കുന്നു. ഇനി ഈ ഇടപാട് മുഴുവൻ, ഈ ഫോൺ വിളി മുഴുവൻ നടന്ന ഘട്ടത്തിൽ, ഈ 20 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഘട്ടത്തിൽ ഒരു നിമിഷം പോലും ഒരു വാക്ക് കൊണ്ട് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആയിരുന്ന ശ്രീ കെ സുരേന്ദ്രൻ ധർമ്മരാജന് ഉപദേശം കൊടുത്തിട്ട് നിങ്ങൾ അടിയന്തരമായി പോലീസിനെ സമീപിക്കുക, അടിയന്തരമായി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി എഴുതി കൊടുക്ക്, പോലീസ് അന്വേഷണം ആവശ്യപ്പെടുക എന്നുള്ള വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടി ഉറക്കച്ചടവിൽ എന്തുകൊണ്ടായിരിക്കാം കെ സുരേന്ദ്രന് സാധ്യമാകാതിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം 3 ദിവസത്തിന് പുറത്താണ് ഡ്രൈവർ പോയിട്ട് 25 ലക്ഷത്തിന്റെ കഥ എഴുതി കൊടുക്കുന്ന നിലയുണ്ടാകുന്നത്. അതും കഴിഞ്ഞ് തുടരന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് മറ്റു കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറഞ്ഞ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കേരളത്തിലെ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് നിലനിൽക്കുന്ന നിയമപ്രകാരം ഈ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ സാധ്യതയുണ്ടാകുമായിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. ഇത് നടത്തേണ്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. 2021 ഇഡിയുടെ മുൻപിലേക്ക് വിഷയം എത്തിയതിനു ശേഷം 3 വർഷക്കാലം ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും നടത്താതെ ഇവരിത് മരവിപ്പിച്ച് വെക്കുന്ന നിലയുണ്ടായി. ഏറ്റവും ഒടുക്കം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉൾപ്പെടെ ഇടപെടലുണ്ടാവും 2024 നവംബറിൽ. ഇപ്പൊ ഈ ഏറ്റവും ഇമീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോയി കുറ്റപത്രം സമർപ്പിക്കുന്ന നിലയുണ്ടാകാൻ കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ 50ാം സാക്ഷിയായിട്ടുള്ള സന്തോഷം എന്നാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള ഹർജിയുടെ കൂടി അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലിന്റെ തുടർച്ചയിലാണല്ലോ നിലവിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന നിലയിലേക്ക് ഇഡി എത്താൻ നിർബന്ധിതരായത്. ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഇവർ നടത്തിയ അന്വേഷണത്തെ ഇവർ ആരെ വിളിച്ച് ആരുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഇപ്പോ ഈ ചർച്ചയിൽ തന്നെ നമ്മൾ ആവർത്തിച്ച ബി.ജെ.പിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കേരള പോലീസ് വീണ്ടും പുനരന്വേഷണം കോടതിയുടെ കൂടി അനുമതിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഉൾപ്പെടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയോ ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയോ ഇഡി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയെ ഈ നിലയിൽ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കാൻ പാകത്തിലേക്കുള്ള ഒരു ടോയാക്കി മാറ്റിവെച്ചുകൊണ്ട് ഇവർ കാണിക്കുന്ന, എന്നിട്ട് പറയാണ് ഞങ്ങൾ കേരള പോലീസിന് കള്ളപ്പണം അന്വേഷിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഈ പറയുന്ന അന്വേഷണം ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന സൂചനകളോടുകൂടി ഇഡിക്ക് വിശദമായ റിപ്പോർട്ട് നൽകി കേസ് കൊടുക്കുന്നത് നേരത്തെ. പക്ഷേ ഇഡി അന്വേഷിച്ചു, ക്ലിയർ ആണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, അതിനകത്ത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചില സൂചനകൾ ഇഡിക്ക് സമർപ്പിക്കുക എന്നുള്ളതല്ല, വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള പോലീസിന്, സംസ്ഥാന പോലീസ് സംവിധാനങ്ങൾക്ക് ക്രൈംബ്രാഞ്ചിനടക്കം ലഭ്യമായ മുഴുവൻ തെളിവുകളും കൈമാറുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിപ്പോ കഴിഞ്ഞ 10 വർഷക്കാലം ഇപ്പൊ രാജ്യസഭയിൽ തന്നെ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കുണ്ടല്ലോ, കഴിഞ്ഞ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, എംപിമാർക്ക്, MLA-മാർക്കെതിരെ ഇഡി എടുത്തിട്ടുള്ള കേസുകൾ കഴിഞ്ഞ 10 വർഷക്കാലം 1ാം ഇന്ത്യ ഗവൺമെന്റ് 2ാം ഇന്ത്യ ഗവൺമെന്റ് കാലഘട്ടത്തിൽ 193 കേസാണ്. ആ 193 കേസിൽ എത്ര കേസ് ഇഡി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ വെറും 2 കേസ് മാത്രമേ തെളിയിക്കപ്പെട്ടുള്ളൂ. 193 കേസിൽ 2 കേസ് മാത്രം. ഇങ്ങനെ പൊളിറ്റിക്കൽ ടൂളാക്കിയാണ് ബി.ജെ.പി ഇഡിയെ കൊണ്ട് നടക്കുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും നിലവിലുള്ള ഈ പറഞ്ഞ പോലെ PMLA ആക്ട് പ്രകാരം ഈ ഹവാല ഇടപാട് അന്വേഷിക്കുന്നതിന് വേണ്ടി മറ്റ് അന്വേഷണ സംവിധാനങ്ങൾക്ക് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരം കഴിയില്ല, സാധ്യമല്ല. അത്തരത്തിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ, ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങളെ ആകെ ഇവർ കീഴ്പ്പെടുത്തിക്കൊണ്ടും പൊളിറ്റിക്കൽ ടൂളാക്കി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഈ നാടിനെ ആകെ അപഹസിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ സാധ്യത കോടതികളുടെ സവിശേഷമായ അധികാരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് അതിശക്തമായി ഇപ്പൊ ഈ ഘട്ടത്തിലടക്കം ഇഡിക്ക് കുറ്റപത്രം സമർപ്പിക്കുന്ന നിലയിലേക്ക് എത്താൻ വേണ്ടി കാരണം കോടതി ഇടപെടലാണ്. സ്വാഭാവികമായും നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളെ ഇപ്പോഴും രാജ്യത്തിനകത്ത് അവശേഷിക്കുന്ന പ്രതീക്ഷ ജുഡീഷ്യറി മാത്രമാണല്ലോ. ആ ജുഡീഷ്യറിയുടെ സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്തുക, രാഷ്ട്രീയപരമായി ഇതിനെതിരെ, ഈ നിലയിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്, ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ